Look, Kavya Malan. That's Navi Lion. Oh, Kavya Malan's better anyway. No, she's not. Dude, she's been in more movies than her. ഓ അപ്പൊ അതാണല്ലേ SMS. ഇതിപ്പോ പണച്ചെലവുള്ള കാര്യമാണെന്ന് ആരറിഞ്ഞു? അതെന്നറിയാൻ വേണ്ടി വിളിച്ചാ. ഓക്കെ എന്നാ ബൈ. മോള് പാടിക്കേ. എന്റെ കപ്പലെ വെണ്ണിലാവ് നീ നല്ല പാട്ടക്കാരാ. കപ്പല്ല മോളെ, കൽബ്. കൽബ് എന്താ? അത് മുസ്ലിംകാരുടെ ഒരു സംഭവമാണ്. അതാ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലത്തെ കുഴപ്പം. ഇംഗ്ലീഷും അറിയാൻ മേല, മലയാളം അറിയാൻ മേല. ആ പാട്ട് റെഡി തുടങ്ങാൻ സമയമായി. ബാബാ ഓ ഇത് കഴിഞ്ഞ പാവം പവിത്രം ഉള്ളതാ. പച്ചക്കറി എടുത്തോണ്ട് വന്ന ഇവിടെ ഇരുന്ന് അരിയാമല്ലോ. അപ്പൊ നിനക്കിന്ന് ജോലിയില്ലേ? ഓ ഇന്ന് ഞാൻ പോകുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞ പറമ്പിലെ 2 മുട്ടൻ താടി, ഇന്നത്തെ ഓവർ ടൈം ഗോപി. ഫോൺ കോൾ. ഓക്കെ, നിങ്ങൾ ഈ കളിയൊക്കെ നിർത്തി നേരത്തെ ഹോംവർക്കൊക്കെ തീർന്നാണല്ലോ. ഡാഡി വൈകുന്നേരം വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് TV പ്രോഗ്രാംസ് ഒക്കെ കാണാം. നിങ്ങൾക്ക് നാടിന്റെ കൾച്ചറും നാടും ഒക്കെ കാണാൻ വേണ്ടിട്ടല്ലേ ഡാഡി ഡിഷ് കാശും മുടക്ക് മേടിച്ചു വെച്ചേക്കണേ. കുഴപ്പമില്ല കേട്ടോ. നാട്ടില് മേരി ആന്റിക്ക് വലിവ് കൂടുതലാണെന്ന് ഇപ്പൊ എങ്ങനെയാണെന്നാ പറഞ്ഞേ? അപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ ഓൾറെഡി ലേറ്റ് ആയി. ഓക്കെ, അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന വഴി ഇന്ത്യ സ്റ്റോറിൽ കയറും. അവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ. ജോർജ്, എന്തുണ്ട് വിശേഷങ്ങള്? എന്നാ വിശേഷം? ജോലി കഴിഞ്ഞ് നേരെ പോകുന്നു. മീൻ വല്ലതും വന്നിട്ടുണ്ടോ? നല്ല ഫ്രഷ് മത്തി വന്നിട്ടുണ്ട്. എന്നാ വില? $5 വരെയാ. $5? അത്രയും ഫ്രഷ് വേണ്ട. എന്തൊരു സമയട്ടാ ഇവിടെ വഴുതനങ്ങ ഇവിടെ പോയി? ഇവിടെ കാണാനില്ലല്ലോ. ഇതാരെ നമ്മുടെ TG രവിയോ? ഇതെപ്പോ എത്തി? ഇതാരും ബൈജോ? ഇതന്നെ വഴുതനങ്ങായിട്ട് സൗന്ദര്യം നോക്കി പഠിക്കാ. മതിയുടെ സൗന്ദര്യം നോക്കിയ കല്യാണം കഴിക്കാനൊന്നുമല്ലോ, കറി വെക്കാനല്ലേ. എന്തൊക്കെയുണ്ട് ജോർജിന്റെ വിശേഷങ്ങള്? എന്റെ മാനെ അങ്ങനെ അങ്ങ് പോണു. അല്ല, നിന്റെ കല്യാണം കഴിച്ചിട്ട് എന്തായി? കല്യാണം കഴിച്ചിട്ട് എന്തുട്ടാവാൻ? അതല്ലടാ വേണ്ടേ, ആർക്ക് ജോലി വല്ലോ ആയോന്ന്. ഓ ജോലിയോ? ഇല്ല, അവൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അവൾ H4-ലല്ലേ. ഓ അത് ശരി. അപ്പൊ എങ്ങനെ നേരം കളയണം? നേരം കളയാനാണ് പ്രശ്നം. 24 hours TV. അത് ശരി. 4 മണിക്കൂർ ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. അത് കൊള്ളാം, അത് കൊള്ളാം. നമുക്ക് കറിവയും പരിപാടിയും എല്ലാം നമ്മുടെ നിലയിലാ. ഓ ഈ ടിവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്ത്. രാവിലെ ജോലിക്ക് പോകുന്നതാ. മൂപ്പിലാത്തി ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇനിയിപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് മേടിക്കണമെന്ന്. പിന്നെ അത് കൊല്ലാപ്പോ പരിപാടി. ഹലോ, എന്നാ പച്ചക്കറി മേടിക്കണ്ടേ? ഫ്രഷ് ആയത് എന്തെങ്കിലും? ഇവിടെ എല്ലാം ഫ്രഷാ. ഞാനൊരു 2 സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കട്ടെ. പരസ്യമായതും വിളിക്കാം. ഓക്കെ, ബൈ. ഓക്കെ ഓക്കെ. മുടിഞ്ഞ TV കാരണം എപ്പോഴും അതിനകത്ത് തന്നെയാണ്. അത് എടുത്തോളൂ, അവിടേക്ക് വെച്ചോളൂ. അല്ല ഇതെന്ത് പറ്റി? എന്നാ പറ്റിയോളാ? Somebody died. മേരിയാൻറ്റി, വയസ്സായ ആൾക്കാരുടെ കാര്യമില്ല. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ? ഞാനൊന്നും പറയുന്നില്ല. Daddy, മമ്മി സീരിയൽ കണ്ടിട്ടാ. സീരിയൽ കണ്ടിട്ടാ? സീരിയലിന്റെ ഹീറോയിൻ എന്താണ്ട് വെച്ചോയി. സീരിയലിലെ ഹീറോയിൻ മരിച്ചിട്ടാ നീ കരണേ? മോങ്ങാതെ എടുത്തുപോയി ബസ്സിട്ട് കുടല് വരികണു. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. നീ എന്നാട് പറഞ്ഞു? പിന്നെ എന്നാ ഉണ്ട് ഇവിടെ? ചെറു ചോറും മോരും ഉണ്ട്. മോരെങ്കിൽ മോര് എടുക്ക. ഇത് വലിയ കുരിശായല്ലോ ഈ കുതിരാണ്ടം മേടിച്ച് ഇവിടെ വെച്ചത്. സമയത്ത് ആരും കിട്ടിയാലോ ഒന്നും കിട്ടിയല്ലോ. ഒഴിച്ചോ. ഒരു മോര് കറി ഇങ്ങോട്ട് വന്നേക്കണം. രാവിലെ പോലെ വൈകുന്നേരം വരെ ടിവിയുടെ മുമ്പിൽ ഇരുന്നാ ആ നേരത്തെ എന്തെങ്കിലും ഇച്ചിരി മീനോ പച്ചക്കറി വല്ല ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എന്നാ പറയാനാ? ഉള്ളത് കഴിയും മക്കളെല്ലാം. പിന്നെ ഡാഡിക്ക് വേറെ വൈഫ് ഉണ്ടോ? 2-3 വേണമെന്നുണ്ടാവും. ഒരെണ്ണം കണ്ട് തന്നെ മടുത്തിരിക്കുക. അല്ല കുട്ടനെ എന്നെ അങ്ങനെ ചോദിക്കാൻ കാരണം?
അല്ല സീരിയൽ എപ്പോഴും എല്ലാവർക്കും 2-3 വയസ്സുണ്ട്. അതുപോലെ അവരെപ്പോഴും ഫൈറ്റിങ്ങും കരച്ചില. അതാണ് നമ്മളുടെ കൾച്ചർ. അതല്ല നമ്മുടെ കൾച്ചർ. അതിന്റെ പേര് സീരിയൽ കൾച്ചർ എന്ന് പറയും. അത് ചുമ്മാ തട്ടിപ്പിന് വേണ്ടിട്ട് ഉണ്ടാക്കി വെക്കണല്ലേ. നമ്മുടെ മലയാളം കൾച്ചർ വേറെയുണ്ട്, മനസ്സിലായോ? What is Malayalam culture? Malayalam culture is